എഴുത്തുകാരനും പ്രഭാഷകനും കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിനെ അനുസ്മരിച്ചു. കോഴിശ്ശേരി രവീന്ദ്രനാഥ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും പ്രഭാഷകനും കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിനെ അനുസ്മരിച്ചു. കോഴിശ്ശേരി രവീന്ദ്രനാഥ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി കെ ജനാർദ്ദനക്കുറുപ്പ്, എൻ സുകുമാരപിള്ള, ഡോക്ടർ മുഹമ്മദ് താഹ, സി ഗീതാദേവി, അഡ്വക്കേറ്റ് എ ഷാജഹാൻ, പ്രേംജിത്ത് കായംകുളം, അഡ്വക്കേറ്റ് ഒ ഹാരിസ്, പുതുപ്പള്ളി സെയ്ദ്, മായ വാസുദേവ്, മഠത്തിൽ ബിജു, റസീന ബദർ, സോമശേഖരൻ ഉണ്ണിത്താൻ, ലത അനിൽ, ഡോക്ടർ കെ കൃഷ്ണദാസ്, മഞ്ഞാടിത്തറ സദാശിവൻ, കലേശൻ സംസ്കാര, ലക്ഷ്മി ആർനാഥ് എന്നിവർ സംസാരിച്ചു. പ്രാണപ്രഷ്ട പ്രണയ മധുരാകാര ഹേ മാരവീര എന്ന് വിളിച്ചാൽ മതിയെന്ന്. അന്നേരം പെണ്ണ് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി എന്നാണ് കഥ. അപ്പോൾ ഇതുപോലൊക്കെയുള്ള കഥകളൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് വെറുതെ മനഃപൂർവ്വം ഇത് അദ്ദേഹമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങൾ പിന്നീട് രാത്രിയിൽ എന്നെ വിളിച്ചു പറയും, അത് ഗംഭീരമായിരുന്നല്ലോ, ആ ജോക്ക് ഗംഭീരമായിരുന്നല്ലോ, അതിൻ്റെ ചില സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കും, അത് എങ്ങനെയായിരുന്നു, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കും. അങ്ങനെയുള്ള ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആ സൗഹൃദത്തിനെക്കുറിച്ചാണ് ഇവിടെ പലരും സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഈ കായംകുളം അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശക്കാർ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ആഴം, ഒരു ഒറിജിനാലിറ്റി, അതിലെ പ്രതിഭ, അതിൻ്റെ ഒരു തനിമ ഒക്കെ ഉള്ള ഒരു രചനാ ശൈലിയായിരുന്നു അദ്ദേഹത്തിനുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മലയാളം കമാൻഡ് ഓവർ മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ് രണ്ടിലും ഉള്ള സ്വാധീനം, പദസ്വാധീനം, അഗാധമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു, വരുത്തിക്കൂട്ടിയതായിരുന്നില്ല. അത് വരുത്തിക്കൂട്ടിയ പ്രയോഗങ്ങളൊന്നും അല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ തമാശകളിലൊക്കെ ഒരുമാതിരി വരുത്തിക്കൂട്ടിയതാണ്. ഇംഗ്ലീഷ് പ്രൊഫസറാണെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാവൂ. ഇത് രഘുനാഥ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ കുടുംബത്തിലെ മുഴുവൻ എഞ്ചിനീയർ രാധാകൃഷ്ണനുള്ള സാറ്, ബാക്കി എല്ലാവരെയും എനിക്കറിയാം. ആ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിച്ചത് പ്രതിഭകളടങ്ങിയ ഒരു കുടുംബമാണ് കോഴിശ്ശേരി. തീർച്ചയായും അതിലെ ഏറ്റവും ഒടുവിലത്തെ തലമുറ എന്ന് തന്നെ ഞാൻ പറയാം പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിന് ഇവിടെ 2 പ്രസംഗം നടന്നു, അല്ല 3 പ്രസംഗം നടന്നു അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട്. പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകൻ, നല്ല വാഗ്മി, നല്ല സംഘാടകൻ എന്ന രീതിയിലെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ ബാലരാമസാറിന്റെ അനുസ്മരണത്തിന്റെ ജീവനായിരുന്നു പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിന്റെ ആ പരിപാടിയുടെ ഒരു ഫൗണ്ടേഷൻ ചെയർമാൻ കുമ്പളത്ത് മധുകുമാർ സ്വാഗതവും സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.